ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമസ്കാരം. ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളുടെ സംശയങ്ങളും നിയമപരമായ മറുപടികളും അവതരിപ്പിക്കുന്നത് സാദത്ത്. ഒമാനിൽ ഓവർടൈം ജോലിയുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ ഇബ്രയിൽ നിന്നും സുഭാഷ് ബാബുവിൻ്റെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വർക്കല എസ് ഷബീർ നൽകുന്ന മറുപടി. മസ്കറ്റിലെ ഒരു കമ്പനിയിൽ ഇന്റീരിയർ ഡിസൈൻ സെക്ഷനിൽ ആകർഷകമായ ശമ്പളവും ഓവർ ടൈം അടക്കം മറ്റ് ആനുകൂല്യങ്ങളും കണ്ടാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കാണിച്ചുള്ള ഓഫർ ലെറ്ററും നൽകിയിരുന്നു. എന്നാൽ ജോലിക്ക് ചേർന്നപ്പോൾ ഓഫർ ലെറ്ററിൽ പറഞ്ഞ തൊഴിലായിരുന്നില്ല. ഓഫർ ലെറ്ററിൽ പറഞ്ഞ പ്രകാരമുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മാനേജറോട് പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ വെള്ളിയാഴ്ചയടക്കം 6 ദിവസം ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അരമണിക്കൂർ പോലും തികച്ച് വിശ്രമം അനുവദിക്കാറുമില്ല. ഇത്തരത്തിൽ നിരന്തരമായി ജോലി ചെയ്ത് എൻ്റെ ആരോഗ്യത്തെ തകർത്തിരിക്കുകയാണ്. എനിക്ക് നിയമപരമായി എന്തു ചെയ്യാൻ കഴിയും? ഒമാൻ തൊഴിൽ നിയമം റോയൽ ഡിഗ്രി 35/2003 അധ്യായം 3 അവധി ദിനങ്ങൾ, ആനുകൂല്യങ്ങൾ, പ്രവൃത്തി സമയം എന്നിവ കൃത്യമായി വിവരിക്കുന്നുണ്ട്. തൊഴിൽ നിയമത്തിലെ 68-ാം വകുപ്പിൽ വരുത്തിയ ഭേദഗതി പ്രകാരം ഒരാഴ്ചയിലെ സാധാരണ പ്രവൃത്തി ദിവസങ്ങൾ 5 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസത്തിലെ സാധാരണ പ്രവൃത്തി സമയം 9 മണിക്കൂറായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രകാരം ഒരാഴ്ചയിലെ പരമാവധി തൊഴിൽ മണിക്കൂർ 45 ആണ്. റമദാൻ മാസത്തിൽ ഒരു മുസ്ലിം തൊഴിലാളിയുടെ ഒരു ദിവസത്തെ പരമാവധി തൊഴിൽ സമയം 6 മണിക്കൂറും ആഴ്ചയിൽ 30 മണിക്കൂറും എന്ന നിലയിലും ആയിരിക്കുമെന്ന് നിയമത്തിൽ പറയുന്നു. ബന്ധപ്പെട്ട മന്ത്രാലയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. ജോലി സമയം ആഹാരം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യാർത്ഥം 1 അതിലധികമോ ഇടവേളകളാക്കി തിരിച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സമയം മൊത്തത്തിൽ അരമണിക്കൂറിൽ കുറയാനും പാടുള്ളതല്ല. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ പ്രവൃത്തി സമയം 6 മണിക്കൂറിൽ കൂടരുതെന്നും നിയമത്തിൽ വിവക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 68-ൽ പറഞ്ഞിരിക്കുന്ന സാധാരണ പ്രവൃത്തി സമയത്തേക്കാൾ തൊഴിലാളി അധികമായി ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത്തരത്തിൽ അധികമായി ചെയ്യുന്ന ജോലിയെ ഓവർ ടൈമായി കണക്കാക്കണം. ഓവർ ടൈമിന് അടിസ്ഥാന ശമ്പളത്തിന് ആനുപാതികമായി കണക്കാക്കി വേതനം നൽകുന്നതോടൊപ്പം ഓവർ ടൈം ജോലി പകൽ സമയത്താണെങ്കിൽ കുറഞ്ഞത് 25%, രാത്രി സമയത്താണെങ്കിൽ 50% അധിക വേതനമായി നൽകുകയോ ഓവർ ടൈം ജോലി ചെയ്ത സമയം കണക്കാക്കി അത്ര തന്നെ സമയം ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് അനുവാദം നൽകുകയോ ചെയ്യണം. ഓവർ ടൈം സംബന്ധിച്ചും അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും തൊഴിലാളിയിൽ നിന്നുള്ള രേഖാമൂലമുള്ള അനുവാദം ആവശ്യമാണ്. ഒരു ദിവസത്തെ സാധാരണ തൊഴിൽ സമയവും ഓവർ ടൈം ചേർന്നുള്ള മൊത്തം ജോലി സമയം 12 മണിക്കൂറിൽ കൂടുതലാകരുതെന്ന് നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർച്ചയായ 5 ദിവസത്തെ ജോലിക്ക് ശേഷം തൊഴിലുടമ വിശ്രമത്തിനായി തുടർച്ചയായ 2 അവധി ദിനങ്ങൾ കൃത്യമായും നൽകിയിരിക്കണം. ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ തീരുമാനപ്രകാരം നിശ്ചയിക്കപ്പെട്ട ഇടങ്ങളിൽ തൊഴിലുടമയുടെയും പരസ്പര സമ്മതപ്രകാരം വാരാന്ത്യം അവധി ദിനങ്ങൾ 8 ആഴ്ചയിൽ അധികരിക്കാത്ത കാലയളവിലേക്ക് മാറ്റി ക്രമീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഏത് രീതിയിൽ ക്രമീകരിച്ചാലും വാരാന്ത്യ അവധി ദിനങ്ങൾ വേതനത്തോട് കൂടിയുള്ളതായിരിക്കുന്നതാണ്. ഒമാൻ തൊഴിൽ നിയമം ആർട്ടിക്കിൾ 72-ലെ 4 പോയിന്റുകൾ ശ്രദ്ധിക്കുക. തൊഴിൽ സ്ഥാപനത്തിൻ്റെ വാർഷിക കണക്കെടുപ്പ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ, ലിക്വിഡേഷൻ, അക്കൗണ്ട് ക്ലോസിംഗ് ടൈമിലുള്ള ജോലി, ഡിസ്കൗണ്ട് നൽകി വിൽപ്പനയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്നിങ്ങനെയുള്ള ഒരു തൊഴിലാളി ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റിൻ്റെ അനുവാദത്തോടെ വർഷത്തിൽ 15 ദിവസത്തിൽ കൂടുതലോ ആകരുതെന്നും നിയമത്തിൽ പറയുന്നു. 2. ഒരു അപകടാവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടിയോ നശിച്ചു പോകാവുന്ന തരം സാധനങ്ങളുടെ നാശം നിമിത്തമുള്ള നഷ്ടം ഒഴിവാക്കുന്നതിനോ വേണ്ടിയുള്ള ജോലി. 3. അനിതര സാധാരണമായ ഒരു സമ്മർദ്ദത്തെ നേരിടേണ്ടി വരുന്നതായ സാഹചര്യത്തിലുള്ള ജോലി. 2-ലും 3-ലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെട്ട മന്ത്രാലയം നൽകുന്ന വിജ്ഞാപന പ്രകാരം പൂർത്തീകരിക്കേണ്ടതാണ്. 4. ഉത്സവകാലങ്ങളിലും സീസണുകളിലും മറ്റു അവസരങ്ങളിലുമുള്ള ജോലികൾ. ഇത് ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ തീരുമാനപ്രകാരം ആയിരിക്കണം. മേൽപ്പറഞ്ഞ ആർട്ടിക്കിൾ 72-ൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാന വേതനത്തിന് തുല്യമായ തുക ഓവർ ടൈം ചെയ്യുന്ന മണിക്കൂറുകൾ കണക്കാക്കി നൽകുന്നതിനോടൊപ്പം പകൽ സമയത്തുള്ള ഓവർ ടൈം ജോലിക്ക് 25%, രാത്രിയിലുള്ളതിന് 50% അധിക വേതനമായി നൽകേണ്ടതാണ്. തൊഴിലാളിയുടെ സമ്മതപ്രകാരം ഇത്തരത്തിലുള്ള അധിക സമയ തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് വാരാന്ത്യം അവധി ദിനങ്ങളിലോ പൊതു അവധി ദിനങ്ങളിലോ ആണെങ്കിൽ തത്തുല്യമായ മറ്റു അവധി ദിനങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ
തൊഴിൽ സമയം കണക്കാക്കി ഇരട്ടി വേതനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇബ്രയിൽ നിന്നും സുഭാഷ് ബാബു വലിയ പീടികയിൽ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകിയത് അഡ്വക്കേറ്റ് വർക്കല എസ് ഷബീർ. ഇത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് സാദത്ത്. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒമാൻ മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളുടെ സംശയങ്ങളും നിയമപരമായ മറുപടികളും